ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നത്. കാറിന്റെ പിൻവശം മാത്രമാണ് കത്തിയത്. ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി സോന പറഞ്ഞിരുന്നുവെന്നും കുടുംബം ബിഗ് ടിവിയോട് വെളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ എല്ലാ ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ആ ഒരു സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. സോന രജിൻലാൽ ദമ്പതികളിലെ സോന കാറിനുള്ളിൽ വെച്ച് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എന്തായാലും സംഭവിച്ചത്, സകലമാന ആളുകളും മീഡിയക്കാരും മുഴുവൻ ഇത് രജിൻലാൽ ചെയ്തതാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു. സോനയുടെ കുടുംബമടക്കം ഉന്നയിച്ച വലിയ സംശയം അതായിരുന്നു. ഏറ്റവും ഒടുവിൽ സത്യം പുറത്തു വന്നിരിക്കുന്നു. പോലീസ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു CCTV ഫുട്ടേജ് വളരെ നിർണായകമായി ഈ ഒരു കേസിൽ മാറുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആക്രമണങ്ങൾ, കൂടുതൽ ദിവസങ്ങൾ ഈ ഒരു ഭർത്താവിനെ നേരിടേണ്ടി വരുമായിരുന്നു. ഒരുപക്ഷെ കോടതിയിലടക്കം തെളിയിക്കാൻ ഒരുപാട് പാടുപെടേണ്ടിയിരുന്ന ഒരു കേസിൽ നിർണായകമായ തെളിവായി CCTV ഫുട്ടേജ് മാറുന്നത് മാത്രമല്ല, ഞെട്ടിക്കുന്ന പല തെളിവുകളും രജിൻലാലിന്റെ ഫോണിലടക്കമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പൂർണ്ണമായി ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ ഒരു 99% എന്താണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി വീഡിയോ ഇടായിരുന്നത് എനിക്ക് ഇതിന്റെ കറക്റ്റ് ഒരു പിക്ചർ കിട്ടിയിരുന്നില്ല. വലിയ സംശയമായിരുന്നു. ഇങ്ങനൊരു സാരി ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഒരാൾ ഈ ഒരു റിസ്ക് എടുക്കത്തില്ല. ഒരു ഭാര്യ ഇല്ലാതാക്കണമെന്നുള്ളത് കൊണ്ട് പെട്രോൾ മേടിച്ച് ബാക്ക് സൈഡിൽ വെച്ചതിന് ശേഷം അതിന് തീ കൊളുത്തിയതിന് ശേഷം രക്ഷപ്പെടാൻ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വലിയ റിസ്ക് ആണ്. അതായത് പെട്രോളിനെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണ ഉള്ളവർക്കറിയാം, ഇവാപ്പറേറ്റ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് കണ്ണടച്ച് തുറക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. നമ്മൾ പെട്രോളിന്റെ ഒരു മണം വേണ്ട, പെട്രോളിന്റെ ഒരു ലാഞ്ചന കണ്ടു കഴിഞ്ഞാൽ തീ കയറി പിടിക്കും. അപ്പൊ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കും രജിൻലാൽ എന്ന് പറയുന്ന ഈ ഒരു ഭർത്താവിന് ഇല്ല എന്നത് കൂടുതൽ ബോധ്യമായിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ പൂർണ്ണ രൂപം ഏതാണ്ട് ഒരു 99% ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെ ആയിരിക്കാം. അതായത് 2022 ഇവർ തങ്ങളിൽ പ്രണയമാവുന്നു, ഫേസ്ബുക്ക് വഴി പ്രണയമാവുന്നു. ഫേസ്ബുക്ക് വഴി വലിയ രീതിയിൽ സോനയും രജിൻലാലും തമ്മിൽ അടുക്കുന്നു. ആ സമയത്ത് രജിൻലാൽ ഗൾഫിലാണ്. അതിനുശേഷം രജിൻലാൽ നാട്ടിൽ വരുമ്പോൾ സോനയെ കാണുമ്പോൾ വലിയൊരു ഇഷ്ടം സോനയോട് തോന്നുന്നില്ല. ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവ് തോന്നുക, അത്തരത്തിലൊരു ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നു. അതിനിടയിൽ മറ്റൊരു പാരലൽ ബന്ധം ഉണ്ടാവുന്നു, മറ്റൊരു സ്ത്രീയുമായിട്ട്, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധം ഉണ്ടാവുന്നു. ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനമായിട്ട് രജിൻലാൽ മുന്നോട്ട് പോകുന്നു. അത് വലിയ ഇഷ്യൂ ആവുകയും ഒരുപക്ഷെ ഇവരുങ്ങളിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം ഈ സോന ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ട്രെയിനിൽ ചാടി പേരാമ്പ്രയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും പിന്തിരിപ്പിച്ച് കൊണ്ടുവരികയും അതിനുശേഷം ഇവർ തങ്ങളിൽ കല്യാണം കഴിക്കുകയും ചെയ്യുകയാണ്. കല്യാണത്തിന് ശേഷവും ഒരുപക്ഷെ ഈ പറഞ്ഞ ആ ഒരു പാരൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. അത്രയും അധികം ഒരു ഡീപ്പായിട്ടുള്ള ബന്ധം രണ്ടുപേരുമായിട്ടും രജിൻലാൽ ഉണ്ടായിരുന്നു. അവിടെയാണ് രജിൻലാൽ കാണിച്ച ഏറ്റവും വലിയ ഒരു തോന്നിവാസം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി സോന ഒരു 7ാം മാസം ഗർഭിണിയാണ്. ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ പ്രകോപിതയായി പെട്രോൾ മേടിച്ച് സ്വയം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആത്മഹത്യക്കും കൊലപാതകത്തിനുമുള്ള ശ്രമമാണ് നടത്തിയത്. അതായത് വലിയ റിവഞ്ച് സ്വന്തം ഭർത്താവിനോട് കാണിക്കുകയായിരുന്നു. അന്നേ ദിവസം സോന ചെയ്ത ഒരു പരിപാടി, അതായത് എൻ്റെ ഭർത്താവായിരിക്കുമ്പോൾ തന്നെ, താൻ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ ഒരു പാരൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു ഭാര്യയെ സഹിക്കുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിൽ പ്രകോപനപരമായ രീതിയിലുള്ള ചാറ്റുകൾ, ഒരുപക്ഷെ വീഡിയോ കോളിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രജിൻലാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാം. അത് കണ്ട സോന, അതായത് സോന ഒരു തീരുമാനമെടുക്കാൻ ആദ്യം സോന ആത്മഹത്യക്ക് ശ്രമിച്ചു കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ഇപ്പോൾ സോന എടുത്ത തീരുമാനം എന്ന് പറയുന്നത് താൻ മരിക്കുന്നതിനോടൊപ്പം തന്നെ അവനെ ചേർക്കാന്നുള്ളത്. ഭർത്താവായ അവനെ ജീവിക്കാൻ വിടണ്ട, തൻ്റെയോടൊപ്പം ഭർത്താവും ഇല്ലാതാകണമെന്ന് ഇവിടെ സോന ആഗ്രഹിച്ചു എന്ന് വളരെ വ്യക്തമാണ്. അതിനെ തുടർന്ന് അന്നേ ദിവസം രജിൻലാലിന്റെ കണ്ണ് വെട്ടിച്ചു. നമുക്ക് രജിൻലാൽ ഒരു തരത്തിൽ ഈ ഒരു സംഭവം അറിയുന്നില്ല എന്നുള്ളതാണ്. രജിൻലാലിന്റെ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് പെട്രോളിനെ കുറിച്ച് തനിക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. അതിനുശേഷം രജിൻലാൽ പറയുന്നത് സോനയോട് അവസാനമായി സംസാരിച്ച ഒരേ ഒരു വാചകം എന്താണ് പെട്രോളിന്റെ മണമെന്ന് വണ്ടിക്കകത്ത് വെച്ച് ചോദിച്ചു. അപ്പോഴുള്ള മറുപടി കിട്ടിയില്ല. മറുപടി പറയുന്നതിന് മുമ്പ് തീപിടുത്തം ഉണ്ടായി. അതായത് സിഗരറ്റ് ലാമ്പോ തീപ്പെട്ടിയോ മറ്റോ, സിഗരറ്റ് ലാമ്പായിരിക്കാം, ലാമ്പ് ഒരുപക്ഷെ സോന കരുതിയിരുന്നിരിക്കാം. ആ ലാമ്പ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ മേടിച്ച പെട്രോൾ അധികമുണ്ട്, 1 ലിറ്ററിൽ കൂടുതലുണ്ട്, വലിയ കന്നാസാണ്. ആ ഒരു പെട്രോള് ബാക്കിലിരുന്നതിന് ശേഷം, ബാക്കിലിരിക്കാനുണ്ടായ ഒരു സാഹചര്യങ്ങളിൽ അന്നേ പിണക്കത്തിലായിരിക്കാം. 3 മണിക്കൂറോളം വീട്ടിൽ വരാൻ സമയമെടുത്തു. അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു യാത്ര 3 മണിക്കൂറോളം എടുത്ത്
അതായത് 7ാം മാസത്തെ സ്കാനിങ്ങിനാണ് ഇവിടെ പോയത്. സ്കാനിങ്ങിന് ശേഷം തിരികെ വന്നപ്പോൾ 3 മണിക്കൂർ യാത്ര നീണ്ടു. വലിയ രീതിയിലുള്ള വാക്കുകൾക്കും ഒരുപക്ഷെ ആ ഒരു യാത്രയിൽ ഇവരെ തങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. അതിനെ തുടർന്ന് ഇവന്റെ കണ്ണ് വെട്ടിച്ച് പെട്രോൾ വാങ്ങി കാറിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരുപക്ഷെ കാറിന്റെ സീറ്റിലും ബാക്കിലെ സീറ്റുകളിലും, അതായത് താൻ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ സോന തന്നെ പറഞ്ഞതായിരിക്കാം. കൂടുതൽ ഈ ഒരു ഓപ്പറേഷൻ വിജയകരമായി നടത്തേണ്ടുന്നത് കൊണ്ട് ഒരുപക്ഷെ ബാക്കിൽ സ്വയം കയറിയതിന് ശേഷം പെട്രോൾ സീറ്റിലും താഴെയും കാറിൻ്റെ താഴെയും ഒഴിച്ചതിന് ശേഷം പൊടുന്നനെ തീ കൊടുത്തിയതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരത്തിലൊരു തീപിടുത്തം പൊടുന്നനെ ഉണ്ടായപ്പോൾ വളരെ ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ രജിൻലാലിന് സാധിച്ചു. രജിൻലാൽ ഡോറ് തുറന്ന് ഇറങ്ങി. ആ സമയത്ത് തന്നെ 60% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. നന്നായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരെ ഇദ്ദേഹം വയലിൻ്റെ അടുത്താണ് ഇവർ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നത്. വയലിൻ്റെ അടുത്തുള്ള തോട്ടിൽ ചാടിയതിന് ശേഷം തീ അണച്ചു എന്നാണ് പറയുന്നത്. പരിഭ്രാന്തി ഉണ്ടായിരിക്കാം. ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഭാര്യ പിന്നിലുണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അത് തീർച്ചയായും പരിഭ്രാന്തിയാണ്, പാനിക്കായി പോയി കാണും. പാനിക് അറ്റാക്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. അതുപോലെ തന്നെ സോന ഈ ഒരു മാർഗം അപലപിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലും ഇദ്ദേഹത്തെ ഒഴിവാക്കാനുള്ളൊരു ശ്രമം വിജയിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ വിഷം നൽകിയോ അങ്ങനെ ഒക്കെയുള്ള വിഷയങ്ങളാണെങ്കിൽ പുറലോകം അറിയും. അത് വലിയ വിഷയങ്ങളാവും. ഒരുപക്ഷെ മരണപ്പെടാതെ വരും. അത്തരമുള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല മാർഗം ഈ രീതിയിൽ, അതായത് ഒരു കാറ് കത്തി എല്ലാവരും ഇല്ലാതായി എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കുന്ന രീതിയിൽ, ആളുകൾക്കുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഓപ്പറേഷനാണ് സോന പ്ലാൻ ചെയ്തത്. പക്ഷെ ആ ഒരു ഓപ്പറേഷൻ പാളുമെന്നൊരു ചിന്താഗതി ഒരു നിലയ്ക്കും സോനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് വലിയൊരു റിവഞ്ച്, തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം ഇല്ലാതാവണം, മറ്റൊരാളുടെ കൂടെ ഇനി ജീവിക്കരുത് എന്ന് വലിയൊരു ആഗ്രഹം സോനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഞെട്ടലുവാക്കുന്ന വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ ഒരു വിഷയത്തിൽ പോലീസിന് പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് അന്നേ ദിവസം പെട്രോൾ വാങ്ങുന്നത് എങ്ങനെ അതിവിദഗ്ധമായി വാങ്ങി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. എന്തുകൊണ്ട് ഇത് രജിൻലാൽ കണ്ടില്ല, അല്ലെങ്കിൽ രജിൻലാലിന്റെ കണ്ണ് വെട്ടിച്ചത് എങ്ങനെ വാങ്ങാൻ സാധിച്ചു? രജിൻലാൽ ഈ പെട്രോളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയില്ല. പെട്രോൾ വാങ്ങാൻ പോയതായോ ഇത്തരത്തിൽ പെട്രോൾ വണ്ടിയിൽ ഉണ്ടായിരുന്നതായോ ഒന്നും രജിൻലാലിന് അറിയില്ല. മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അന്വേഷണം മുന്നോട്ട് പോയത്. പെട്രോളിന്റെ അംശം കണ്ടു, എഞ്ചിൻ അടക്കം കത്തിയിട്ടില്ല, കാറിന്റെ അകത്ത് മാത്രമാണ് കത്തിയതെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ആ രീതിയിൽ അന്വേഷണം പോയത്. എനിവേ വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ അവിഹിതമാണ് പ്രധാന വില്ലനായതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇവിടെ കൊലപാതകിയായത് സോന സ്വന്തം ഭാര്യ തന്നെയായിരുന്നു. തന്നോടൊപ്പം തൻ്റെ ഭർത്താവും ഇല്ലാതാവണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ ഏറെ ഞെട്ടലുളവാക്കുന്ന സമീപ കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും ട്വിസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.